മക്കളെ, നാളെ കഴിഞ്ഞാൽ നീറ്റ് എക്സാം അല്ലേ? അപ്പോഴേ നാളത്തെ ദിവസത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. നാളെ, അതായത് നമ്മുടെ സാറ്റർഡേ, ഈ സാറ്റർഡേ നിങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയം. അതായത് നമ്മുടെ നീറ്റ് എക്സാം എത്ര നന്നായിട്ട് പഠിച്ച കുട്ടിയാണെങ്കിൽ പോലും അതിലൊരു 60-70% കുട്ടികളും ഈ തലേ ദിവസം വല്ലാതെ അങ്ങോട്ട് ടെൻഷൻ അടിക്കും. അപ്പോൾ ഞാൻ ഇന്നേ ഈ വീഡിയോ പറയുന്നത് നാളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മക്കളെ, എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾ പിറ്റേ ദിവസത്തേക്ക്, അതായത് സൺഡേക്ക്, നമ്മളെ മെയ് 4-ാം തീയതിയിലേക്ക് ഒന്നും മാറ്റി വെക്കാൻ പാടില്ല. മെയ് 4-ാം തീയതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ട് രാവിലെ അതൊക്കെ നോക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടെ നമ്മൾ തലേദിവസം കിടന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ശരി നമുക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റൂല. സോ 4-ാം തീയതി എന്ന് പറയുന്നൊരു ദിവസം നമ്മുടെ മുന്നിലില്ല. 3-ാം തീയതി ഒരു ഉച്ചയോടുകൂടെ നമ്മുടെ എല്ലാം തീർന്നു. അതായത് നാളെ ഉച്ചയോടുകൂടെ നമ്മുടെ എല്ലാം തീർന്നു. നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ബുക്ക് അടച്ചു വെക്കാൻ പറ്റണം, കൂളായിട്ട് ഇരിക്കാൻ പറ്റണം. അല്ലാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തലേദിവസം കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടൂല എന്നുള്ള സത്യമാണ്. ഇനി നേരത്തെ കിടക്കാൻ നോക്കുക. അന്നത്തെ ദിവസം കൊണ്ടുവച്ചിട്ട് രാത്രി കുറേ നേരം ഇരുന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റൂലേ? നിങ്ങൾ 3-ാം തീയതി, അതായത് നാളെ ഇരുന്നിട്ട് കുറേ നേരം രാത്രി കുത്തി ഇരുന്നിട്ട് 4-ാം തീയതി എക്സാം അവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവേ. അപ്പം അതുകൊണ്ട് വെറുതെ നാളെ നിങ്ങൾ അധികം നേരം ഇരിക്കാൻ നിൽക്കരുത്. നാളെ ഒരു 9-10 മണിയാകുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ നോക്കണം. ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാണ്, കിടക്കാൻ പറ്റൂല, ഉറക്കം വരൂല. നമ്മളിങ്ങനെ കിടക്കുന്നല്ലാതെ ഉറക്കം നമുക്ക് കിട്ടൂല. അതെല്ലാവർക്കും ഉള്ള തന്നെയാണ്. ഒരു സമയം എടുക്കും, 1-1.5 മണിക്കൂറൊക്കെ കഴിയും ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവാം. അപ്പം നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ട്, അയ്യോ ഇത്രയും സമയം പോയിപ്പോയില്ല, എന്തെങ്കിലുമൊക്കെ നോക്കിയേനോ, ഞാൻ എഴുന്നേറ്റ് പഠിക്കട്ടെ. വേണ്ട കേട്ടോ, കിടക്കാൻ നോക്ക്. മെല്ലെ നമ്മൾ പോലും അറിയാതെ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ നേരത്തെ നമ്മൾ എഴുന്നേക്കും. ചാടി എഴുന്നേക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ഒരൊറ്റ കാര്യമാണ്, പിറ്റേന്ന് എന്തൊക്കെയോ നോക്കണം നമ്മുടെ മനസ്സിലുണ്ട്. ആ ചിന്ത ആദ്യം അങ്ങോട്ട് കളഞ്ഞേക്ക്. എത്ര നന്നായിട്ട് തലേ ദിവസം എത്ര ഈസി ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നവനാണ് പിറ്റേ ദിവസം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. വെറുതെ ഉറക്കം ഇല്ലാണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം പോയിട്ട് എന്താക്കരുത്, എക്സാം കൊള്ളാക്കരുത്. കുഞ്ഞുങ്ങളെ, ഉറങ്ങാൻ നോക്കണം, നേരത്തെ ഉറങ്ങാൻ നോക്കണം. നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വയറിന് ബുദ്ധിമുട്ടാവുന്ന ഭക്ഷണമൊന്നും എടുക്കാതിരിക്കുക. ഓക്കെ, നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചെന്ന് വിചാരിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നാളെ എടുത്തു വെച്ചാൽ മതി, മറ്റന്നാളത്തേക്കല്ലേ. എല്ലാ ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റാക്കി വെച്ചേക്കണം. ഓക്കെ, എക്സാമിനേഷൻ ഹാളിൽ പോകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്നും കൂടെ കണ്ടല്ല നിങ്ങൾ മനസ്സൊക്കെ സെറ്റാക്കി വെക്കുക. പ്രീവിയസ് ഇയർ ഒക്കെ ഒന്ന് ചുമ്മാ നോക്കിക്കോട്ടെ ഇന്നും നാളെയായിട്ട്. ഓക്കെ, അപ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് കിട്ടും കേട്ടോ. പിന്നെ ടെൻഷനൊന്നും വേണ്ട, റിവൈസ് ചെയ്യുക. നിങ്ങൾ പഠിച്ചു തന്നെ ചോദിക്കൂ. ഓക്കെ, നന്നായിട്ട് ഉറങ്ങണേ. സത്യമായിട്ടും പറയാം, ഉറങ്ങണേ. ഉറങ്ങിയിട്ട് എക്സാമിന് പോയാൽ മതി. ഓക്കെ, നല്ലപോലെ ഉറങ്ങ്. രാവിലെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ചാൽ മതി. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ അന്ന് പറയാൻ മറന്നുപോയതാണ്. കുഞ്ഞുങ്ങളെ, എക്സാമിനേഷൻ സെന്ററിൽ കയറിയിട്ട് ചില കുട്ടികൾക്ക് ചിലപ്പോൾ മൂത്രം ഒഴിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. എക്സാമിനേഷന് തുടങ്ങിക്കഴിഞ്ഞിട്ട് പേപ്പർ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലായിരിക്കില്ല ഫുള്ള് കൊടുത്തിട്ടുണ്ടാവുക. നമുക്കാണെങ്കിൽ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും, ഒപ്പം നമ്മൾ ഈ പേപ്പറിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആകെപ്പാടെ എക്സാം കയ്യിൽ നിന്ന് പോയി പോകും. ഇത് ആ സമയത്ത് എക്സാമിനോട് പറഞ്ഞിട്ട് പോവുക, മൂത്രം ഒഴിക്കുക, തിരിച്ചു വരിക, എക്സാം പ്രോപ്പറായിട്ട് എഴുതുക. അല്ലാതെ ഈ ബുദ്ധിമുട്ടും കൊണ്ട് ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെയാണ്. ഇവിടെയുള്ള ആളുകൾ ആരും നിങ്ങൾ അറിയുന്ന ആളുകളൊന്നുമില്ല. ഇനി അറിയുന്ന ആളാണെങ്കിൽ പോലും ഇതെല്ലാവർക്കും ഉള്ള സാധനം തന്നെയാണ്. അങ്ങനെയാണ് പോയിട്ട് മൂത്രം ഒഴിച്ച് വന്ന് എക്സാം എഴുതിയാൽ മതി. അല്ലാതെ ഇതും ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഈ എക്സാം എഴുതുന്നതിനിടയിൽ എല്ലാം കൂടെ മൈൻഡ് അങ്ങ് പോകും. ഇത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ഇത് വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, കാണാം, നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് പോവാം.